ഹായ് എവരിവൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടായിരുന്നല്ലോ. അത് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞിരിക്കുക. ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അച്ഛനുമായിട്ട് വയറുവേദനയാണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവര് പെയിൻ കില്ലർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഭയങ്കര പെയിൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിന് ഡൗട്ട് തോന്നി ഇവര് പ്രഗ്നന്റ് ആണോ എന്ന്. ഈ പെൺകുട്ടിയോട് അത് ചോദിച്ച സമയത്ത് ഇവര് കംപ്ലീറ്റ്ലി ഈ പെൺകുട്ടി അത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞത് വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി വയറ് വീർത്തതാണെന്നാണ് പറഞ്ഞത്. പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ എന്ന് പുള്ളിക്കാരി ചോദിച്ചു. ഡോക്ടർ ചോദിച്ച സമയത്ത് ഈ പെണ്ണ് പറഞ്ഞത് പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണ്, കഴിഞ്ഞ മാസവും പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ പെൺകുട്ടിയെ മെഡിസിൻ കൊടുത്ത് ഒബ്സർവേഷനിൽ വെക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി പിന്നെ ഒരു 12 മണിയായ സമയത്ത് ഹോസ്പിറ്റലിലെ ബാത്റൂമിൽ കയറി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുവാണ്. ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു. പ്രസവിച്ച ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിലെ ബാത്റൂമിലെ ജനലിൽ കൂടി ഈ കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കേട്ടപ്പോ ഭയങ്കര മൈൻഡിലേക്ക് എന്തൊക്കെയാണോ ഓടി വന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ പൊന്നളിയെ ഒരു രക്ഷയില്ല. എങ്ങനെ പറ്റുന്നത് ഞാൻ ആലോചിക്കുന്നു. എന്തായാലും ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാര് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വെക്കാവുന്ന ജസ്റ്റ് കണ്ടു. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇയാൾ വരുന്നത്, ഈ പേഷ്യന്റ് വരുന്നത്. അപ്പം ഭയങ്കര ഒരു അബ്ഡോമൻ പെയിനും ബാക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ പീരീഡ്സ് ആണെന്നാ പറഞ്ഞത്. പക്ഷെ ഭയങ്കര ഒരു സിവിയർ പെയിൻ ആയിരുന്നു. അപ്പം ഹിസ്റ്ററിയും ആ ഒരു സിംറ്റമായിട്ട് മാച്ച് ചെയ്യാത്തത് നമ്മൾ ചോദിച്ചു, സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ, നേരത്തെ ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല എന്നാ പറഞ്ഞത്. സ്കാൻ എടുത്തിട്ടുണ്ട്, എന്തോ വയറ്റിൽ എന്തോ കൊഴുപ്പുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ മെഡിക്കേഷൻസ് മതി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പെയിന്റെ മെഡിക്കേഷൻസ് കൊടുത്തു, അകത്ത് ഒബ്സർവേഷനിൽ കിടത്തിട്ട് പറഞ്ഞു സ്കാൻ എടുക്കണം, മണ്ടാനത്ത് കാണിക്കണമെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷെ നമുക്കൊരു സസ്പീഷൻ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. പ്രഗ്നൻസിയുടെ ഒരു സയൻസ് ഒക്കെ വയറ്റിൽ കാണുന്നുണ്ടായിരുന്നു. വയറ് പരിശോധിക്കാനും പുള്ളിക്കാരി വില്ലിങ് അല്ലായിരുന്നു, ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഒരു 12 മണിയൊക്കെ വെളുപ്പിന് 12 മണി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബാത്റൂമിൽ നിന്നൊരു കുട്ടിന്റെ കരച്ചിൽ കേട്ടതിനെ തുടർന്നാണ് നമ്മൾ ബാത്റൂമിൽ പോയി പരിശോധിക്കുന്നത്. ബാത്റൂമിൽ ഒരു സൈൻസ് ഓഫ് ഡെലിവറി പോലെ കണ്ടു. അതായത് നമ്മള് മെക്കോണിയം പാസ് ചെയ്തതും അവിടെ ഫുള്ള് ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടാണ്. പുക്കിൾക്കുടി എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, മിക്കവാറും വലിച്ച് ടിയർ ചെയ്യുകയായിരിക്കും ചെയ്തത്. അങ്ങനെ അത് അപ്പൊ നമ്മളെ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, ഇയാള് പറ എന്ത് ഡെലിവറി വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ അവിടെ എല്ലാം ബാത്റൂമിലെല്ലാം പരിശോധിച്ചു, ക്ലോസറ്റിലൊക്കെ പരിശോധിച്ചിട്ടും നമ്മളൊന്നും കണ്ടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ഈ ജനലിന്റെ പുറകില് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് ചേട്ടനോട് പുറത്തേക്ക് പോയി നോക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ അവിടെ കുട്ടീനെ കണ്ടു. കുട്ടി സ്റ്റേബിൾ ആണ്, കുഴപ്പമില്ല, കാര്യമൊക്കെ ചെയ്തു, ഓക്കെ ആയിരുന്നു. ചികിത്സ കൊടുത്തു. കൊടുത്തിട്ടാണ് നമ്മൾ അമ്മേനെയും കുഞ്ഞിനെയും വണ്ടാനത്തേക്ക്. പെൺകുട്ടിയാണ്. എത്ര മന്ത് ഉണ്ടായിരുന്നു? 9 മന്ത്സ് ടേം ബേബിയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഒരു പ്രീ ടേം ലക്ഷണങ്ങളൊന്നും കണ്ടിട്ട് തോന്നിയില്ല. പിന്നെ അവര് ഗൈനക്കും പീഡിയാട്രീഷ്യനും കാണിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടടുത്തേക്ക് മാറ്റിയോ? അതിനുവേണ്ടി നമ്മൾ പുള്ളിക്കാരുടെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിട്ടു. അതായത് ചെക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു. വേറെ ബേബിയും മദറും ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കേട്ടിട്ട് തന്നെ മനുഷ്യന്റെ മേല് പെരുക്കുന്നു സത്യമായിട്ടും. പൊക്കിൽ കൊടി എങ്ങനെയാ മുറിച്ചതെന്ന് പോലും ഡോക്ടർക്ക് അറിയത്തില്ല. എന്തോ വലിച്ചു പറിച്ചു വല്ലതും കളഞ്ഞതായിരിക്കും. പിന്നെ ആ പൊടി കുഞ്ഞിനെ വലിച്ചെറിയാൻ എങ്ങനെ മനസ്സ് വരുന്ന ആ പെണ്ണിന്? ആ കുട്ടി പോയി വീണത് കുറച്ച് ചെടികൾക്കിടയിലായിരുന്നു. എന്തോ ഒരു ഭാഗ്യമോ ആ കുഞ്ഞിനൊന്നും പറ്റാതിരുന്നത്. ആ കുഞ്ഞു തല വല്ലതും ഒരു കല്ലിലോ വല്ലതും പോയി ഇടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതിന്റെ ബാക്ക് സൈഡിൽ എന്തോ പണി നടക്കുമെന്നാണ്ടാന്നാ പറയുന്നത്. അവിടെ കുറെ കല്ലുകളും കട്ടകളും ഒക്കെ കൊണ്ട് ഇടുന്ന ഒരു ഏരിയ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിലെങ്ങാനും പോയി തലയിടിച്ചിരുന്നെങ്കിൽ ആ സ്പോട്ടില് ഒന്ന് ആലോചിക്കണം. അത് കൂടാണ്ട് ഈ തെരുവ് പട്ടികൾ കൂട്ടം കൂടുന്ന ഒരു ഏരിയ ആണത്. ഒന്ന് ആലോചിക്കണം. അവിടുത്തെ ജീവനക്കാരും സെക്യൂരിറ്റി എല്ലാരും ആ കുഞ്ഞിന്റെ ഒരു 2-3 മിനിറ്റിൽ തന്നെ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് ഓടി അവിടെ എത്തി അതിനെ രക്ഷിച്ചു. അതില്ലായിരുന്നെങ്കിലോ, അങ്ങനെ ആ ഒച്ച കേട്ടില്ലായിരുന്നെങ്കിൽ അതിന് ജീവനോടെ കാണില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം ഉണ്ട് ആ കുഞ്ഞിന്, അല്ലെങ്കിൽ അതിങ്ങനെ ജീവിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു അമ്മ ആ കുഞ്ഞിന് ജന്മം നൽകി. ഈ രീതിയിൽ ആ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്തായിരുന്നായിരിക്കും, ഏത് രീതിയിലായിരിക്കും അവരുടെ ഗർഭത്തെ അവര് ട്രീറ്റ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തവണ ഇവര് ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും. പ്രോപ്പർ ചെക്കപ്പ് ഇല്ല, മെഡിസിൻ ഇല്ല, ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുഞ്ഞിനുണ്ടായിരുന്നായിരിക്കില്ലേ. വയറ്റിൽ വെച്ച് തന്നെ ചിലപ്പോൾ കൊല്ലാൻ നോക്കിയിട്ടുണ്ടാവും ആ കുഞ്ഞിനെ. ഇന്നത്തെ കാലത്ത് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്തോരം കോംപ്ലിക്കേഷൻസ് ആണെന്നറിയോ വരുന്നത്. അവിടെയാണ് ഇത് ഇങ്ങനെ പ്രസവിച്ച് വലിച്ചെറിയുന്നത്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് ദൈവം ഇത് കൊടുത്തൂടെ? ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതിലും ഭേദം. സത്യമായിട്ടും ഞാൻ ആലോചിക്കുന്ന അതാണ്. എത്രയോ പേര് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കൊതിച്ച് നേർച്ചയും വഴിപാടും ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, അവർക്കെങ്ങാനും കൊടുത്തൂടെ ഈ ഒരു കുഞ്ഞിനെ? പൊന്നു പോലും നോക്കത്തില്ലേ അവര്? എന്തോ അല്ലേ ലോകത്തിന്റെ ഒരു അവസ്ഥ നോക്കണേ.
ആ കുഞ്ഞിനെ കൊല്ലാൻ തന്നെയായിരുന്നു അവളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് ആ ജനലിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെറിയാൻ തോന്നിയത്. എനിക്ക് മനസ്സിലാവാത്ത ഏതോ 1-2 ദിവസം കൊണ്ടുണ്ടാകുന്ന പ്രോസസ് അല്ലേ ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ 10-40 ആഴ്ചകളോളം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇത്രയും കാലം ഈ പെണ്ണെങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചു? ഈ വയറ് വീർക്കുന്ന മനസ്സിലാകുന്നില്ല. വീട്ടുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ സ്ത്രീകൾ ആരുമില്ല. ഒരു പെണ്ണിന്റെ ഒരു ശരീരത്തിലുള്ള മാറ്റം കാണുമ്പോൾ വീട്ടിലെ സ്ത്രീകൾക്ക്, ഏത് സ്ത്രീകളൊക്കെ ആണെങ്കിലും മനസ്സിലാവുമല്ലോ. പോട്ടെ, പുരുഷന്മാർക്ക് മനസ്സിലാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളെ എങ്ങനെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചു? ഈ 19 വയസ്സുള്ള പെണ്ണെന്ന് പറയുമ്പോൾ കോളേജിൽ പോകുന്നതായിരിക്കും, പഠിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ അവര് കാണില്ലേ, നാട്ടുകാർ കാണില്ലേ, വീട്ടുകാർ കാണില്ലേ? ഈ വയറും കൊണ്ട് എങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താന്ന്. ഒന്നാലോചിച്ച് നോക്കണം. ഈ 19 വയസ്സുള്ള പെൺകുട്ടി ഈ പിന്നെ ബാത്റൂമിലാണ് പ്രസവിച്ചിരിക്കുന്നത്. അതും ഈ പ്രസവ വേദന എന്ന് പറയുമ്പോൾ ചില്ലറ വേദനയല്ലെന്ന് നമുക്കറിയാം. ഒരു ശബ്ദം പോലും പുറത്തോട്ട് ഉണ്ടാവാതെ കടിച്ചു പിടിച്ച് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരോടും പറയാതെ ഇത്രയും നാളും ആ പ്രഗ്നൻസി കൊണ്ടുപോയി ഈ ബാത്റൂമിൽ പ്രസവിച്ചു. കുഞ്ഞിനെ വലിച്ചെറിയാനുള്ള മനസ്സ് ആ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, അത്രയും മനസ്സൊന്ന് സമ്മതിച്ചു കൊടുക്കണം അവരുടെ. ശരിക്കും ഏത് രീതിയിലാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തെങ്കിലും അത് എങ്ങനെയാണോ ഉണ്ടായത്, എന്ത് കോപ്പാണെങ്കിലും ശരി, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു അധികാരവും ഒരാൾക്കും ഇല്ല. അതിനെ പ്രസവിച്ച അമ്മയാണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഇല്ല. ഒന്നാലോചിക്കണം. ഇതിനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫെമിനിസ്റ്റ് വന്ന് സംസാരിച്ചു. ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവൾ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം. 19 വയസ്സ് പ്രായമായ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, വലിച്ചെറിഞ്ഞു. അതിന് കൊടും പാപമായി ചിത്രീകരിക്കുന്ന മീഡിയകൾ. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് അതിലും ഭീകരം. കേരളം ഈ അടുത്ത കാലത്ത് ഒന്നും നന്നാകാൻ പോകുന്നില്ലെന്ന്. കണ്ടില്ലേ? എത്ര സിമ്പിൾ ആയിട്ടാണെന്ന് നോക്കിയേ പുള്ളിക്കാരി എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്താ കൊടും പാപമല്ലേ? കൊടും പാപമായിട്ട് ചിത്രീകരിക്കുന്ന മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്നത്, ഇതെന്താ കൊടും പാപമല്ലേ? എന്തോ ചിക്കൻ തിന്നിട്ട് അതിന്റെ എല്ല് വലിച്ചെറിയുന്ന സെറ്റപ്പാണ് ഇവളീ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് റീച്ചിന് വേണ്ടിയാണോ ഈ പെണ്ണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്? ഇവളെ പോലെ ഒരു എന്ത് പറയാനാണ്? എങ്ങനെ സാധിക്കുന്നു ഇവക്ക്? ഇവളൊരു സ്ത്രീ തന്നെയാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ത്രീയും ഇതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആദ്യം നീ നന്നാവ്, എന്നിട്ട് നീ കേരളത്തിലുള്ള ജനങ്ങളെ നന്നാക്കാൻ നോക്ക്. കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 5 നീ ഉണ്ടാവും. ഈ പോസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഉണ്ട്, അത് ഞാൻ വായിച്ചുതരാം. എങ്കിൽ പിന്നെ നിന്റെ തന്ത നിന്നെയും നിന്റെ തള്ളയെയും കളഞ്ഞിട്ട് പോയത് നിനക്ക് കൊടും പാപം അല്ലാതെ കണ്ടൂടെ? അതവക്ക് പറ്റത്തില്ല. ഇവളുടെ അച്ഛൻ ഇവളെ കളഞ്ഞിട്ട് പോയതാണ്, അത് കൊടും പാപമാണ്. ഇതവക്ക് കൊടും പാപമല്ല. ശരിക്കും തന്തയ്ക്ക് വിളി കേട്ടാൽ പുള്ളിക്കാരി വെൽക്കം ചെയ്യും. പുള്ളിക്കാരിയുടെ മൈൻഡിൽ എന്നെയല്ലല്ലോ വിളിക്കുന്നത്, തന്തയല്ലേ വിളിക്കുന്നത്, വിളിച്ചോട്ടെ എന്നാണ് മൈൻഡിൽ. ഈ പുള്ളിക്കാരി ഇവള് മറ്റേ വലിച്ചെറിഞ്ഞ അമ്മയുണ്ടല്ലോ, അമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല അവളുടെ പിന്നെ മാനസികാവസ്ഥയെ കുറിച്ചാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അതെന്ത് മാനസികാവസ്ഥ ആയിക്കോട്ടെ, എന്ത് കോപ്പാണേലും ആയിക്കോട്ടെ, അവിഹിതത്തിലൂടെ ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടായ കുട്ടിയാണെങ്കിലും അതിനെ വലിച്ചെറിയാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള അവകാശം ആർക്കും ഇല്ല. അതിനെയൊക്കെ നോർമലൈസ് ചെയ്യാൻ വരുന്ന ഇവളെ പോലുള്ള അലവലാദികള്. പിന്നെ ഇനി അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, അതും കൂടെ വായിക്കാം. ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹത്തിന് പുറത്തുള്ള ഗർഭധാരണം ഇന്നും വലിയ അപമാനമായാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഗർഭധാരണം നടത്തുമ്പോൾ സമൂഹം അത്രമാത്രം മോശം കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. കുടുംബത്തിന്റെ ക്രൂരമായ പ്രതികരണം, സമൂഹത്തിന്റെ വിമർശനം, സ്ലോട്ട് ഷെയ്മിംഗ്, പുറത്തിറങ്ങി നടക്കാനുള്ള ഭയം എന്നിവ അത്യന്തം ശക്തമായ മാനസിക സമ്മർദ്ദം പെൺകുട്ടികളിൽ സൃഷ്ടിക്കാം. നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കാം. നീ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നും പറഞ്ഞ് കുഞ്ഞിനെ വലിച്ചെറിയുകയാണോ വേണ്ടത്? ശരിക്കും ഈ പറഞ്ഞ അനുഭവങ്ങളുണ്ടല്ലോ, അതിനേക്കാളും വലുതല്ല അതൊന്നും. ഈ കുഞ്ഞിനെ എറിയുന്ന ആ ഒരു സംഭവത്തിനേക്കാളും വലുതല്ല അതൊന്നും. എന്തായാലും ഞാനൊരു വീഡിയോ കൂടെ കാണിക്കാം, അതും കൂടെ കണ്ടുപോവാ. ശുചിമുറിയിൽ പ്രസവിച്ച വിദ്യാർത്ഥിനി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ 19കാരിയാണ്, പെട്ടെന്ന് പകച്ചു പോയിട്ടുണ്ടാകും. അവിവാഹിതയായതാണ്. 19കാരിയാണ്, പെട്ടെന്ന് പകച്ചു പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല പകച്ചു പോയിട്ടുണ്ടാവും. അല്ല, ഈ പരിപാടി നടക്കുന്ന സമയത്ത് പകച്ചു പോയില്ലായിരുന്നോ? ഒന്നാലോചിക്കുക. ഇത്രയും നാളും ഇത്രയും കാലം ഇത് മറച്ചു വെച്ച് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോ, ഇങ്ങനെ ഒരു സംഭവം വരെ എത്തിച്ചതിൽ അവളൊരു 19കാരിയായിട്ട് വിചാരിക്കണ്ട. 19കാരി എന്ന് പറഞ്ഞാൽ അവളുടെ ഏജ് മാത്രമാണ്. അവൾക്ക് അതിനേക്കാളും വലിയ മെന്റാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നത്, എന്റെ ബലമായ സംശയം, കൃത്യമായിട്ട് ഈ പൊക്കിൾക്കൊടി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് വരെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് അവൾ ആ ബാത്റൂമിൽ പോയി പ്രസവിച്ചത്. അപ്പോ ഒരു 19കാരി, വെറും ഒരു 19കാരി പകച്ചുപോയി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ ഉറപ്പാണ്. ഒറ്റക്ക് നിന്ന് കൈയടിച്ചാൽ എന്തായാലും കുഞ്ഞുണ്ടാവില്ലല്ലോ. ഇതിനൊരു കാരണക്കാരനും കൂടെ ഉണ്ടാവണമല്ലോ. ഇതൊരു പീഡനം കാരണം ഉണ്ടായതാണ്. എങ്ങനെയാണ് ഈ കുഞ്ഞുണ്ടായതെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അടിമുടി ദുരൂഹതയാണ് ഇതിനകത്ത്. അതിക്രൂരമായിട്ട് ആ കുഞ്ഞിനോട് ഈ പെണ്ണ് പെരുമാറണമെങ്കിലുണ്ടല്ലോ, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, എന്തായാലും എനിക്ക് ഈ ഒരു ന്യൂസ് കേട്ടപ്പോ തന്നെ എന്റെ തലേന്ന് പെരുത്ത് ഒരുമാതിരി ആയിപ്പോയി, ഉള്ളത് പറയാലോ.
ഇതിനു മുമ്പ് ഇതിനോടം സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുമ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.